ഹായ് ഹലോ നമസ്കാരം. ഞാൻ ബിന്ദു ബാബുരാജൻ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇത് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുമ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ വന്നപ്പോൾ എനിക്ക് അമ്മയുടെ ഹോസ്പിറ്റൽ കേസ്, അനിയത്തിൻ്റെ ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ എൻ്റെ ബ്രദറും എൻ്റെ സണ്ണിലായും മോളും ഹസ്ബൻഡും കൂടിയാണ് കൊണ്ടാക്കിയത്. ടെർമിനൽ 2 എന്നാണ് ഇത്തവണ വന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എയർപോർട്ടിൽ വെച്ചിട്ട് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അതാണ് ആ മോള്. ആ മോള് എനിക്ക് അവളുടെ കയ്യിൽ വീഡിയോ പിടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇതൊക്കെ പിടിക്കാനായിട്ട് കൊടുത്തതാണ്. പക്ഷേ തിരിച്ചു പഠിച്ചപ്പോൾ അവൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ എനിക്കൊരു പണി കിട്ടി കേട്ടോ. പിന്നീട് അപ്പോഴത്തേക്ക് എനിക്ക് ഫ്ലൈറ്റ് കയറാനും സമയമായി. അത് കാരണം പിന്നെ ഓടി വന്ന് ഞാൻ പിന്നെ കിട്ടുന്നത് ഞാൻ സെൽഫി എടുത്ത് പിടിച്ചും കൊണ്ട് അങ്ങ് പോകുമായിരുന്നു. കിട്ടുന്നതൊക്കെ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, അത് മിസ്സായി പോയത് കാരണം. അവൾ ആദ്യമേ കയറിപ്പോയി. പിന്നാലെ ഞാനും വീഡിയോ പിടിച്ച് എന്നെക്കൊണ്ട് ഒക്കുന്ന കണക്കൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. എഡിറ്റിങ്ങിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറേ പോരാക്കുറവുകളൊക്കെ ഉണ്ടാവും. ഇതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ അകമാണ്. ഇതിനു മുമ്പ് പലരും ഇതുപോലുള്ള വീഡിയോസുകൾ ഇട്ടിട്ടുണ്ടാവും. എങ്കിലും ഞാൻ കയറിയ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. കുഴപ്പമില്ലായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ്. ഞാൻ ആദ്യമായിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കയറുന്നത്. എയർ അറേബ്യയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. തിരക്കിടില്ല യാത്രയൊക്കെ. എങ്കിലും എമിറേറ്റ്സ് പോലെ ആവില്ല കേട്ടോ. എമിറേറ്റ്സ് നല്ല അടിപൊളിയാണ്. അപ്പോൾ രാത്രിയാണ് യാത്ര. അതുകൊണ്ടിട്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലിരുന്നിട്ട് രാത്രിയിൽ ദുബായ് ഇങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് ആ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഉയർന്ന് പോകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നീട് എന്ന് പറഞ്ഞാൽ പിന്നെ മോളെയൊക്കെ ഇട്ടിട്ട് വരുന്നതിൻ്റെ ആ ഒരു ഫീലിങ്സും ഒക്കെ ഉണ്ട്. ഇവിടെ എനിക്ക് അവിടെ നിൽക്കാനും എനിക്ക് അത്ര അങ്ങോട്ട് പറ്റില്ല. കാരണം ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ജീവിതം അത് ഭയങ്കര ബോറിങ്ങാണ്. ഞാനാണെങ്കിൽ ഇവിടെ എപ്പോഴും എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് എന്തായാലും എനിക്ക് ഇനി നാട്ടിൽ വരുന്നത് എനിക്ക് മോളെ വിട്ട് വരുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒക്കെയും കുഴപ്പമില്ലായിരുന്നു. മോനാണ് എന്നെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നത്. എനിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് ശ്വാസം നേരെ വീണത് കേട്ടോ. പിന്നെ ഞാൻ തന്നെ കാറൊക്കെ ഡ്രൈവ് ചെയ്യുക. ഞാൻ തന്നെ ഇങ്ങോട്ട് മോൻ മാത്രമേ ഉള്ളൂ. മോനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോട്ട് പോകാനായിട്ട്. എന്തായാലും നല്ല യാത്രയൊക്കെ ആയിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നാടെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്ക് പെട്ടെന്ന് തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ പോകണമെന്നുള്ളൊരു ചിന്തയോടെ ഞാൻ നാട്ടിലോട്ട് വന്ന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.